അംബിക ചെയ്തതെല്ലാം തെറ്റു തന്നെയായിരിക്കാം. പക്ഷേ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നത് വലിയ ഗുരുത്വദോഷമാണ്. ഉമിത്തിയിൽ ദഹിച്ചാലും തീരാത്തത്ര വലിയ ഗുരുത്വദോഷം. ആകർഷടാ, പ്ലീസ് ഇങ്ങനെ പിണങ്ങി പോവല്ലേ. നമുക്കെല്ലാം സംസാരിച്ച് തീർക്കാം. ഇനി എന്ത് സംസാരിക്കാൻ? നിങ്ങളൊക്കെ കാരണം എന്റെ അമ്മയുടെ മാനാ കപ്പലേറിയത്. ഇനി നിന്നോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. ആകാശിനെ നഷ്ടപ്പെടുന്നു തോന്നിയാ അഖില വീണ്ടും എന്തേലും കടുങ്കൈ കാണിക്കൂ എന്റെ ദൈവമേ. മോളെ, എല്ലാവരുടെ ഇപ്പോഴത്തെ പരിഭവം ഒന്ന് മാറട്ടെ. നമുക്കെല്ലാം സംസാരിച്ച് ശരിയാക്കാം. ഇത് വെറും പരിഭവമല്ല അമൃതേച്ചി, ഇതൊരിക്കലും മാറില്ല. എന്നോട് സ്നേഹം നടിക്കുമ്പോ പോലും ആകാശേട്ടന് മനസ്സിൽ അനുകീച്ചിയായിരുന്നു. ഒരു സഹതാപത്തിന് പുറത്താ എന്നെ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോ ആ സഹതാപവും നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും ആകാശേട്ടൻ എന്നിലേക്ക് മടങ്ങി വരില്ല. ഇതൊക്കെ നിന്റെ വെറും തോന്നല, ഒന്നും സംഭവിക്കില്ല. എന്നാലും ഇങ്ങനൊരു ചതി എനിക്ക് പറ്റിപ്പോയല്ലോ ദൈവമേ. വല്ലവരുടെയും കാശാത് ഞാൻ എവിടെ നിന്നുണ്ടാക്കി കൊടുക്കും? എടുത്തിയാടി ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോ ഇങ്ങനെ കഴിഞ്ഞിട്ട് എന്താ കാര്യം? ശവത്തെ കുത്താതെ മനുഷ്യ. അമ്മയെ ചതിച്ചത് കലാവതിയാണല്ലോ. എന്നാ പിന്നെ അവർക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തൂടെ? ഞാൻ നോക്കിയിട്ട് ശരിയായ വഴി അത് തന്നെയാ. അവള് നല്ല ബുദ്ധിപൂർവ്വ കളിച്ചത്. കേസിന് പോയാ ഞാനേ കുടുങ്ങും. കലാവതിയുടെ കയ്യിൽ നിന്ന് കാശ് തിരിച്ചു വാങ്ങിച്ചു തരാൻ എനിക്ക് ആരും ഇല്ലാതെ പോയല്ലോ എന്റെ ദൈവമേ. ആ മഹേന്ദ്രൻ എന്നെ ഇത്രയും ക്രൂരമായി എടുത്ത് തല്ലിയിട്ട് എനിക്ക് ആരും ഇല്ലല്ലോ അത് ചോദിക്കാൻ. എന്റെ ഭർത്താവും മക്കളും പോലെ എന്റെ കൂടെ നിൽക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഇത്രയും നാളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവും കൂടാതെ നോക്കിയവളല്ലേ ഞാൻ. അതിന്റെ നന്ദി പോലും എന്നോട്. അമ്മേ, ഈ കരച്ചിലും പറച്ചിലൊക്കെ നിർത്തുന്നുണ്ടോ? അമ്മ ഇങ്ങനെ കെഞ്ചിയാലും ഇല്ലെങ്കിലും അമ്മയെ തല്ലിയതിനുള്ള പണി മഹേന്ദ്രന് ഞാൻ കൊടുത്തിരിക്കും. അതിലൊരു സംശയം ആർക്കും വേണ്ട. പക്ഷേ ഇവിടെ നടന്ന സ്വർണ്ണ തട്ടിപ്പിൽ ഇടപെടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ പൊന്നുമോനെ, നീ അമ്മയെ കൈവിടരുത്. ആ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ ജീവിതം നരകമായി പോവും. സഹദേവേട്ട, ദേ ഇന്ന് വരെ എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേ അതിനെല്ലാം ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം. എന്നെ ഒന്ന് രക്ഷിക്ക്. നിന്നെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടാണ് അംബികേ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരുടെയെങ്കിലും കയ്യിൽ നിന്നും മറിച്ചിട്ടോ തിരിച്ചിട്ടോ എങ്ങനെയെങ്കിലും ആ പണം കൊടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. കൊള്ളാം. എല്ലാം അറിയാവുന്ന നീ തന്നെയാണോ ഈ പറയുന്നേ? 1-2 ലക്ഷമാണോ? 33 ലക്ഷം രൂപയാണ് വേണ്ടത്. അത്രയും രൂപ എനിക്കത് കടം തരാനാ? ആ, പിന്നൊരു വഴിയുണ്ട്. അത്രയും പണം സുമേഷിന് ശ്രീധരൻ നൽകിയതായി കരുതാൻ യാമിനി തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അതെ, എവിടുത്തെ ന്യായ അച്ഛനീ പറയുന്നത്? ദേ, ഇത് കാലം പഴയതല്ല. എന്റെ വീട്ടുകാര് സ്ത്രീധനം തരുന്നുണ്ടെങ്കിൽ അത് തരേണ്ടത് എന്റെ ഭർത്താവിന്റെ കയ്യില. അല്ലാതെ എന്റെ അമ്മയ്ക്ക് നിങ്ങൾ കൊടുക്കാനുള്ള കാശ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും അല്ല. എന്തായിട്ടാണെങ്കിലും ഈ പണം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അക്കാര്യത്തില് അമ്മയെക്കാളും നിർബന്ധം ഞങ്ങൾക്കുണ്ട്. അല്ലേ സുമേഷേട്ടാ?
പിന്നല്ലാതെ ആ പണം തിരിച്ചു കിട്ടണം. അത് ഇവള് പറഞ്ഞത് ന്യായം തന്നെ. സ്വന്തം അമ്മയോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറല്ലേടാ സാമദ്രോഹി. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല. അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ദിവ്യപ്രഭയുടെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ അത്രയും പണവും സ്വർണവും വേണ്ടാന്ന് വെക്കുവോ? നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. പെറ്റമ്മയുടെ കണ്ണീരാടാ ഇത്, ഓർത്തോ? ആരുടെ ശാപമാണെങ്കിലും അത് ഫലിക്കണമെങ്കിൽ അതിനൊരു സത്യം വേണം. അത്യാഗ്രഹവും കള്ളത്തരം കൊണ്ട് സ്വയം വാങ്ങിയ പണിയല്ലേ ഇത്? വെറുതെ എന്തിനാ ബാക്കിയുള്ളവരെ പറയുന്നേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.